കൊടുത്തിട്ടുണ്ട്. അത് ഈ ബാങ്കിലും വെച്ചിരുന്നിട്ട് ഓട്ടെ ഒരു 5 സെന്റ് സ്ഥലം കണ്ടെത്താൻ പറ്റും, അതിന് റോഡ് ഉണ്ടാക്കാൻ പറ്റും. ആധാർ കാർഡ് പോയവർക്ക് അതൊന്നും ഉണ്ടാക്കാനായിട്ട് മോഡി കഴിയുണ്ടല്ലോ. അവനോട് കരുതില്ലേ? അവന്റെ വോട്ടർ കാർഡ്, അവന്റെ ആധാർ കാർഡ്, അവന്റെ റേഷൻ കാർഡ്, അവന്റെ പോയ കടയ്ക്കൊരു നമ്പർ, അവന്റെ ഇലക്ട്രിസിറ്റി ഇത്യാദി കാര്യങ്ങൾ പോലും ശരിയാക്കാൻ കൊടുക്കാത്തവനാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണമില്ലാത്തണ്ടാക്കാൻ. എന്താണ്ടോ 9 കൊല്ലം ഈ കേരളത്തിൽ എന്റെ മാതൃകാ പ്രവർത്തനം നടത്തിയിട്ട് കേരളം പട്ടിണിയിലായോ? അതിനെങ്ങനെ ഞങ്ങൾ മന്ത്രിമാരൊന്നും എടുക്കും? നമ്പർ 1 പിണറായി വിജയൻ. അവന് രാവിലെ പേടിയാ. കറുത്തവാവ് വന്ന ഒന്ന് നേരത്തെ 6 മണിയാകുമ്പോൾ വിളിച്ചു പറഞ്ഞു, കറുപ്പ് കണ്ട കുട്ടിക്ക് വിഷമ, ഇങ്ങനെ തേങ്ങി വരുന്ന. അതുകൊണ്ട് അവൻ കറുത്തവാവിനെ കമലേച്ചി നേരത്തെ തട്ടി ഉറക്കും, പറഞ്ഞു ഓട്ടോ ആവാവോന്ന് പറഞ്ഞു. അപ്പോ പിന്നെ അദ്ദേഹമാണ് ആഭ്യന്തരം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോലീസുകാരാണെങ്കിൽ കേരളത്തിലെ റോഡുകളിൽ മുഴുവൻ രക്ഷാപ്രവർത്തകരൊക്കെ അറിയില്ല. രക്ഷാപ്രവർത്തനത്തെ ഇറങ്ങുമ്പോ ലാത്തിയെടുക്കും. ചെന്താമരയെ കാണുമ്പോ അവന്റെ അണ്ണാക്കിലേക്ക് ചിക്കൻ കറി വെച്ച് കൊടുക്കും. അതിനൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് ചെന്താമരയ്ക്ക് ചിക്കൻ കറിയും ദോശയും കൊടുക്കുന്നത്? ഓൻ ചെയ്ത് പത്മശ്രീ അവാർഡ് മേടിക്കാൻ നോക്കാം. ഒരു കുടുംബത്തെ അച്ഛനെയും അമ്മയെയും അച്ഛമ്മയെയും വേട്ടിക്കൊന്ന നായെ ഇവർ ട്രീറ്റ് ചെയ്ത് ഏത് ശൈലിയിലാണെന്ന് നിങ്ങൾ ആലോചിച്ചോ. എന്റെ ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് കൊണ്ടുപോകും. ഞാനൊരു നാടൻകാരനാണ്, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എന്തായാലും ശിവൻകുട്ടിന്റെ അത്ര ദയനീയാവില്ല എന്ന് മാത്രം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങൾ മനസ്സിലായി? ചെന്താമരയോട് ഈ കേരളം എന്തിനായിരുന്നു പോലീസ് ഓഫീസർമാർ ഈ പ്രവർത്തി കാണിച്ചത്? കാലത്തെ പേപ്പർ വായിക്കാൻ പറ്റുമോ? അച്ഛൻ അമ്മയെ കൊന്നു, അമ്മ അച്ഛനെ കൊന്നു, കാമുകി കാമുകനെ കൊന്നു, വിഷം കൊടുത്തു കൊന്നു, കഷായം കൊടുത്തു കൊന്നു, പഴത്തിൽ മരുന്നൊഴിച്ചു കൊന്നു, അങ്ങോട്ട് തിരിഞ്ഞാൽ കൊല, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കൊല, വെട്ടിക്കൊല, കൊലപാതകം, കുത്തിക്കൊല, ബോംബേറ്. ഇതല്ലേ കേരളം എന്ന് കാണുന്നത്? അല്ലെങ്കിൽ കഞ്ചാവ്, അല്ലെങ്കിൽ MDM, ഇല്ലെങ്കിൽ ശാന്തി. ഇത് മനസ്സിലാക്കണം. നമ്മുടെ ചെറിയ മക്കളുടെ അവസ്ഥ. വിദ്യാഭ്യാസ മന്ത്രി ആരാ? ഓ, സുന്ദരൻ, സുമുഖൻ, സുസ്മേധവദൻ, നല്ല മനുഷ്യനാണ്. പക്ഷേ വിദ്യാഭ്യാസം ഭരിക്കാനോനാവൂല. BJPയെ ഞാൻ പറയുന്നത് കേൾക്കണ്ട നാട്ടുകാരെ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങളൊരു സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാകുക. നിങ്ങളുടെ ചെറുമക്കൾ, കൊച്ചുമക്കൾ, വളർന്നു വരുന്ന തലമുറ പഠിക്കുന്ന വിദ്യാലയങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശിവൻകുട്ടി ഫിറ്റ് ഫോർ ദാറ്റ് പോസ്റ്റ് ചോദിക്കുന്നു. അദ്ദേഹം യോഗ്യനാണോ? അദ്ദേഹത്തിന്റെ കഴിവ് വിദ്യാഭ്യാസ മേഖലയിലാണോ? ചോദിക്കണം നിങ്ങൾ. ഈ കേരള ജനം മറുപടി പറയട്ടെ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പ്രൊഫസർ അരബിന്ദോ. ഓൾ മൈ ടെൻഷൻസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ അധ്യാപിക അല്ലേ? എന്തുന്നത വിദ്യാഭ്യാസമാണ്? എനിക്ക് മനസ്സിലായില്ല. എന്റെ ടീച്ചറായിരുന്നു കേരളവർമ്മ കോളേജിൽ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിന്ന് ഓരോ കാര്യങ്ങളിൽ ചകഞ്ഞു നോക്കിയ സമയത്ത് പിണറായി വിജയനോട് ആരോ പറഞ്ഞു എത്രയോ, സാർ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം ഒതുങ്ങേണ്ടതല്ല, ഗോവിന്ദനോടും അത് പറഞ്ഞു കൊടുത്തു എന്ന അറിവ്. അങ്ങ് അയർലൻഡിൽ ഉണ്ടാക്കണം കേരളം, അങ്ങ് UK ഉണ്ടാക്കണം കേരളം, അങ്ങ് പോളണ്ടിലും ഉക്രൈനിലും റഷ്യയിലും കേരളം ഉണ്ടാക്കണം, ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും US വരെ കേരളം ഉണ്ടാക്കണം. അതിനെന്ത് വേണം? തലച്ചോറുള്ള മക്കൾ പഠിക്കാൻ ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമാക്കി, കുട്ടികളെ മുഴുവൻ അങ്ങോട്ടാക്കി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തമാശ, തന്തവൈബ് ഇങ്ങനെ പറയുന്നില്ലേ? അതാണ് യാഥാർത്ഥ്യം. കാരണവന്മാരുടെയും വയസ്സന്മാരുടെയും നാടായി കേരളത്തെ മാറ്റി ചെറുപ്പക്കാരും മക്കൾ മുഴുവൻ അവരുടെ തലച്ചോറിനെ അങ്ങ് പുറത്തേക്ക് കൊണ്ടുപോയി പഠിച്ച് വിദ്യാഭ്യാസം നേടി ഉന്നമനത്തിന് ആവശ്യമായ കാര്യം, ഉപജീവനത്തിന് ആവശ്യമായ കാര്യം എന്റെ മണ്ണിൽ നിന്നാൽ ശരിയാകില്ലെന്നുള്ള ധാരണയുണ്ടായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിലെ നേരത്തെ പറഞ്ഞ ബഹുമാന്യായിട്ടുള്ള ടീച്ചർ അയമ്മയുടെ പ്രവർത്തന മികവ് കൊണ്ട്. ആലോചിച്ചു. ഈ അടുത്തതാരാ? GR ഒരു റേഷൻ കടയിൽ ആ പാവങ്ങൾ വന്ന് പതിക്കുമ്പോ ഓർക്ക് 1 കിലോ അരിന് ഒരു 20 പൈസ ഇന്ന് കമ്മീഷൻ കൂട്ടി കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത നിങ്ങൾ പൊതുവിതരണ മന്ത്രിയായിട്ട് എന്ത് യോഗ്യതയാണോ? വേറൊരാൾ പ്രസാദ്
കാർഷിക മേഖല, റബ്ബർ, കശുമാവ്, കയർ, നാളികേരം, അങ്ങനെ ഇങ്ങനെ നെല്ലടക്കം ക്ഷീര കർഷകരടക്കം നിൽക്കുമ്പോ ഞങ്ങൾ അംഗീകരിക്കണോ, അങ്ങനെ ബഹുമാനിക്കണോ ഞങ്ങൾ നിങ്ങളെ? ആലോചിച്ചു നോക്കണം. അങ്ങനെ അക്കമിട്ട് പറഞ്ഞാൽ ബാലഗോപാലൻ പണപ്പെട്ടി കൊണ്ട് നടക്കുന്ന പണമില്ലാത്ത പാവപ്പെട്ട മന്ത്രി. ആലോചിച്ചു നോക്കണം. ഈ വക ദയനീയതയും ഗതികേടും ഈ നാട്ടിലുള്ളപ്പോ പിന്നെ ആരോഗ്യമന്ത്രി ഗംഭീരം. പണ്ട് കോവിഡ് വന്ന സമയത്ത് കേരളം നമ്പർ 1. എന്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത്? കേരളം നമ്പർ 1. എന്തിന്? പ്രൈവറ്റ് ആശുപത്രികൾ തല കൊന്ന് കാശ് മേടിപ്പിച്ചതിന്. കോവിഡ് വന്ന 2 ലക്ഷം രൂപ ആധാരം പണയത്തിൽ വെക്കണം. ആലോചിച്ചു നോക്കും ആ കാലഘട്ടം. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേരളം നമ്പർ 1? കോവിഡ് കാലഘട്ടം വന്ന സമയത്ത്. അതിനുശേഷം പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് വരിക. ആ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന മരുന്ന്, അങ്ങനെയല്ലേ നിങ്ങൾ ചീട്ടെഴുതാറ്? ആ പുറത്തു നിന്ന് വാങ്ങിക്കുന്ന മരുന്നിനെല്ലാം ഉണ്ടാകും. അവിടെ നേരിയാക്കാൻ സാധിക്കാത്ത വ്യക്തിയല്ലേ ബഹുമാന്യായ വീണ ജോർജ്. ആയമ്മ പ്രസംഗിക്കുകയാണ്, സാർ ഈ കപ്പലാടുകയില്ല സാർ, ഉലയുകില്ല സാർ, കപ്പിത്താനുണ്ട് സാർ, കപ്പിത്താൻ വിട്ടിയാണ് സാർ എന്ന് 9 കൊല്ലം കൊണ്ട് കേരളം മനസ്സിലാക്കി. ആ കപ്പിത്താനെ കൊണ്ട് ഇത് പറയാൻ സാധിക്കാത്തത് 21 മരവാഴകളാണ് അതിനകത്തുള്ളത് എന്ന യാഥാർത്ഥ്യവും ആ കപ്പിത്താനും ഈ നാടിനെ നയിക്കാൻ സാധിക്കാത്തവനാണ് എന്നുള്ളത് കൊണ്ടാണ് 9 വർഷക്കാലമായി കേരളം ഈ ഗതി അനുഭവിക്കുന്നത്. ആ അപ്പുകുട്ടനുണ്ടല്ലോ, എളപ്പുള്ളി പഞ്ചായത്തിൽ ഒരുത്തുണ്ട് കോൺഗ്രസ്സുകാർ, അപ്പുട്ടൻ. ഇവർക്ക് ഈ സ്ഥലം മേടിച്ചു കൊടുത്തതല്ല. കാലത്ത് പശുവിന് പോലും 1 ലിറ്റർ കഞ്ഞിവെള്ളം കൊടുക്കാണ്ട് ആ ഷാത്തുമ്മ കുഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചമ്പളക്കം. എന്നിട്ട് ആ കുട്ടിയോട് വരിക. എന്നിട്ട് ആ ചീറ്റൂര് ബ്ലോക്കിലെ ഈ സ്ഥലത്തെ എല്ലാത്തരം 24 ഏക്കറേ തന്നെ ദേശം ഓർക്ക വെച്ചു. എന്നിട്ട് ഇതിനെ എതിർക്കുക. അപ്പൊ രേവതി ടീച്ചർ, രേവതി ചേച്ചി, അതായത് എലപ്പള്ളി പഞ്ചായത്തിലെ അധ്യക്ഷ, നല്ല ആളായിരുന്നു, നല്ല ബഹുമാനിയായിരുന്നു, നമ്മുടെ കൂടെയായിരുന്നു. അതിന്റെ ആ സത്യസന്ധതയെ ഒരു പറഞ്ഞ് സെക്രട്ടറി പറഞ്ഞത് അറിഞ്ഞില്ല. സ്വന്തം കസേരന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു സെക്രട്ടറിയെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അങ്ങ് എങ്ങനെയാണ് മാഡം ആ പഞ്ചായത്തിനെ കൈകാര്യം ചെയ്യുന്നത്? സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കഴിവില്ലായ്മ എന്ന് സ്റ്റിക്കർ അടിച്ച് നെറ്റിയിലൊട്ടിച്ച് വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഞങ്ങളോട് ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇന്നാൾ മാധ്യമങ്ങളോട് പറഞ്ഞു BJPയും കോൺഗ്രസും ഒന്നാണ്. ആരോടാ പറയണം? ഇടി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് അറിയുന്നില്ല. പിണറായി വിജയൻ അഞ്ചത്തൊക്കെ ഒരു വർത്താനം പറഞ്ഞു നിങ്ങൾ കേട്ടു. ആ കൂട്ടസിട്ട പോലത്തെ കാലോണ്ട് ഒരു തിരിക്കല. എന്തിനാണ് കാമുകമാണ് പ്രണയ? നിങ്ങൾക്കൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പ്രയാസം ഉണ്ടാക്കിയിട്ട് അങ്ങ് എന്ത് നോക്കിയിരിക്കുന്നു എന്ന് ചോദിക്കാനുള്ള പ്രാപ്തിയുള്ളവരാണോ VD സതീശൻ? പറയണം. കോൺഗ്രസ് പ്രതിപക്ഷം ഞങ്ങൾക്ക് MLA ഇല്ല സർ, ഞങ്ങൾ MLA ഇല്ലെങ്കിലും തെരുവിലുണ്ടാകും. നിസ്സംശയം പറയാം. എന്റെ ബ്രൂവറി പണവറി ആയിട്ട് വിടുവാ, നമുക്ക് നോക്കാം. ഞങ്ങൾ രാഷ്ട്രീയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഞങ്ങൾ ജനസംഘം മുതൽ കാലം ഇന്ന് വരെ ഞങ്ങളുടെ പ്രവർത്തന ശൈലി കൃത്യമാണ്. നിങ്ങളുടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന് നെല്ലിയർച്ചകന്റെ 5 റുപ്യ 20 പൈസ 6 റുപ്യ 50 പൈസയാക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ കേരളി തോമസിന് കാശ് കൊടുക്കാൻ തീരുമാനിച്ച് എതിർക്കാൻ പറ്റുമോ? PSC മെമ്പർക്ക് തോന്നി തരം കഴിക്കുമ്പോ എതിർക്കാൻ പറ്റുമോ? ആശാ വർക്കർമാർക്ക് 1000 റുപ്യ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ഈ നിയമസഭയ്ക്ക് അകത്ത് കയറ്റില്ലെന്ന് പറയാനുള്ള നാട്ടല് നിങ്ങൾക്കുണ്ടായോ? പാവപ്പെട്ട മക്കൾക്ക് പഠിക്കാനുള്ള അവരുടെ പൈസ വെട്ടിക്കുറയ്ക്കുമ്പോ നിങ്ങൾ ചോദ്യം ചെയ്തോ? ദളിത് കുടുംബങ്ങളെ നിങ്ങൾ തകർത്ത് അവരുടെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമ്പോ നിങ്ങൾ ചോദ്യം ചെയ്തോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ പകുതി അവരുടെ വിഹിതം, പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചപ്പോ പ്രതിപക്ഷം ചോദ്യം ചെയ്തോ? അപ്പൊ പ്രതിപക്ഷം കാണുന്ന കണ്ണെന്താ? നശിക്കട്ടെ കേരളം, പട്ടിണി കിടക്കട്ടെ, എന്നിട്ട് പിണറായിനെ എതിർത്തിട്ട് ഒരു കോട്ടിയിടട്ടെ, എന്നിട്ട് വേണം കേറിയിരുന്നിട്ട് ഇങ്ങനെ ഭൂലോകമാരായിട്ട് ഇങ്ങനെ ചരിത്രം നമ്മളെ അത് പഠിപ്പിക്കും. കൂടുതൽ സംസാരിച്ച് ഈ സമയം കളയും. എലപ്പള്ളി പഞ്ചായത്തിലെ പ്രശ്നം ആ പഞ്ചായത്തിൽ അനുഭവിക്കട്ടെ, അതിൽ ഞങ്ങൾക്ക് റോളില്ല എന്നൊരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടാവരുത്. പാലക്കാടിനുണ്ടാകരുത്, കേരളത്തിനും ഉണ്ടാകരുത്. പാലക്കാട് ജില്ലയെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഈ ബെൽറ്റിന്.
അത് നിങ്ങൾ പഠിക്കണം. മഴവെള്ളം കൊണ്ട് ഗോവിന്ദൻ മാഷൊന്നും പറഞ്ഞ് നിങ്ങൾ കേൾക്കണ്ട കേട്ടോ. ഓൻ ഒരു കാര്യം സത്യം പറയൂല. വലിയ ജീനിയസ് പോലെയാണ് ആൾ പറയാ. ഒന്നുമില്ലല്ലോ, ഒരു കണ്ടന്റ് ഉണ്ടാവില്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നീയല്ല, ഞാൻ കാണുന്ന നീ എന്ന് പറഞ്ഞാ ഓര് എന്ത് ചെയ്യും? പ്രാന്തായി പോലെ. ഞാൻ ഇദ്ദേഹത്തിനോട് പറയുകയാണ്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നീയല്ല, ഞാൻ കാണുന്ന നീ എന്ന് ഗോവിന്ദൻ മാഷ് കമ്മ്യൂണിസ്റ്റ്. അതാണ് അവരുടെ നയം. ആ നയം എപ്പോ വേണമെങ്കിൽ മാറാം, എപ്പോ വേണമെങ്കിൽ വരാം. പണ്ട് അങ്ങനെയായിരുന്നല്ലോ. പണ്ടത്തെ നയങ്ങളൊക്കെ മാറി മാറി വരില്ല. ഇപ്പൊ അതിനെതിർ തുടങ്ങിയിട്ടുണ്ട്. ഇനി 30 കൊല്ലം കഴിയുമ്പോ അതിനെ അംഗീകരിക്കും. അതങ്ങനെയാണ്. സ്വയാശ്രയ കോളേജുകൾ ആശാന്റെ നേതൃത്വത്തിൽ പഠിക്കാത്തവന് വിജയിക്കാം, ബികോം ജയിക്കാതെ എംകോം ജയിക്കാം, ആൾമാറാട്ടത്തിലൂടെ ജനപ്രതിനിധിയാകാം, ഇത്യാദി കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രതിനിധിയായതൊക്കെ ഈ കേരളം കണ്ടിട്ടുള്ളതാണ്. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളവർ എത്ര വിദ്യാർത്ഥികൾ. നിങ്ങൾ തൊട വരയുമല്ലേ, വരഞ്ഞതിൽ പേസ്റ്റ് വയ്ക്കുമല്ലേ, അത് മക്കളെ കിടന്ന് കരയുമ്പോ നിനക്ക് താളമായി തോന്നുമല്ലേ? അങ്ങനെ തോന്നുമെങ്കിൽ അതിനെ അംഗീകരിച്ച് നാട്ടിലുണ്ടെങ്കിൽ മറിയണ്ട, അന്റെ പാർട്ടി ആളുകളെ കൊണ്ട് പ്രകടനം നടത്തിക്ക്. ആശാന്റെ പിള്ളേരെ നടത്തിയുള്ള റാങ്കിങ്ങിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുവല്ല ഈ അങ്ങാടിയിൽ എന്ന് പറയോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നാട്ടിലുണ്ടെങ്കിൽ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ ശരിയെന്ന് നിങ്ങൾ നോക്കി ഇവിടെ മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾ പാർട്ടിയെ സംരക്ഷിക്കാൻ. ആഭ്യന്തരമന്ത്രി ശരിയാണെന്ന് പറ. ഇതൊക്കെ പറയാൻ പറ്റുമോ? മിണ്ടുമ്പോ മധ്യപ്രദേശിലേക്കും UP-യിലേക്കും ഗുജറാത്തിലേക്കും നോക്കാം. ഏടോ അമ്പിളിയമ്മാമ ഉദിച്ചു നിൽക്കണം നോക്കി കോടിച്ചിപ്പട്ടി കുറച്ചിട്ട് വല്ല കാര്യമുണ്ടോന്ന് ഈ അങ്ങോട്ട് നോക്കി ഉദിക്കണ്ട. കേരളത്തിലേക്ക് വാ. എന്റെ പാർട്ടിയുടെ ഇന്ത്യയും ലോകവും എല്ലാം ഈ കേരളമാണ്. ബാക്കി എല്ലായിടത്തും അതിന്റെ 16 അടിയന്തരം കഴിഞ്ഞു. ഊട്ടി അത് കാശിയിൽ ഒഴുക്കി കഴിഞ്ഞു. ഇനി ഇവിടെയാണല്ലോ. ഇവിടെ അധികം വൈകാണ്ടാവും ഈ നിലയ്ക്ക്. നിങ്ങൾ ആലോചിച്ചു. വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ അക്രമങ്ങൾ നടക്കുന്നു. നരേന്ദ്രമോദി ഒറ്റക്കാര്യം കുറച്ചുകൂടി പറഞ്ഞ് നിർത്തുകയാണ്. നരേന്ദ്രമോദി സർക്കാർ ജാതിയില്ലാതെ, മതമില്ലാതെ, വർഗമില്ലാതെ, വർണ്ണമില്ലാതെ, രാഷ്ട്രീയമില്ലാതെ കൃത്യമായാണ് മുദ്രാ ബാങ്ക് ലോൺ പദ്ധതി നടപ്പാക്കിയത്. കൃത്യമായാണ് മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി MSME-യിലൂടെ 5 കോടി 10 കോടിയൊക്കെയാണ്. കൃത്യമായാണ് 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കാമെന്നും കൊല്ലം അത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയാണ് എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. നമ്മുടെ കപ്പിത്താൻ ഓണത് ഒപ്പിട്ടിട്ടില്ല. എന്താ ഒപ്പിടാത്തത്? നമ്മൾ അതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ കേരളം എന്ന് പറയപ്പെടുന്ന ഈ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി അതൊന്ന് അംഗീകരിച്ച് അത് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും BJP-ക്കാരനും മുസ്ലിം ലീഗുകാരനും ഈ രാഷ്ട്രീയമില്ലാത്തവർക്കും ഉപകാരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അമ്മമാരുടെ കാര്യമാണ്, അച്ഛന്മാരുടെ കാര്യമാണ്. നടപ്പിലാക്കണമെന്ന് രാഷ്ട്രീയം നോക്കാതെ തീരുമാനമെടുക്കാൻ ദേവിയിലെ അനക്ക് പറ്റിയില്ല. വെക്കണോ ജാഥ 70 വയസ്സ് കഴിഞ്ഞ അച്ഛന്മാർക്കും അമ്മമാർക്കും? എടോ മോഡി, നിങ്ങളുടെ പൈസ വേണ്ട, നാട്ടിലുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാ വിളിക്കണോ മുദ്രാവാക്യം? വിളിക്കോ? കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ നിങ്ങളെ യാഥാർത്ഥ്യം. നിങ്ങളെ തട്ടിപ്പ് അല്ലാണ്ട് ഈ ഉണ്ടമ്പൊരി വർത്തമാനം പറഞ്ഞുകൊണ്ടായില്ല. കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള സംവിധാനമാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ നിങ്ങൾ കൊടുത്തോ നിങ്ങൾ? ആ കോപ്പറേറ്റീവ് സെക്ടർ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വരൂല. ഓന്റെ ബൂത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ജാതി അല്ലട്ടോ, കമ്മീഷൻ മേടിച്ചിട്ടാണ് സഹകരണ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നത്. മോദി സർക്കാർ കിസാൻ സമ്മാൻ നിധി തന്നത് ഒറ്റ സ്വിച്ചിലാണ് കോടിക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി പോയത്. ഡിവൈഎഫ്ഐയുടെ ആളുകൾ, ഒരു നേതാവുണ്ടല്ലോ, എഴുത്തച്ഛൻ പോലെ എഴുന്നേറ്റ് വന്നടിക്കും. അതിന്റെ ശൈലി കണ്ട അല്ലേ? ഓള് പറഞ്ഞു ഡിവൈഎഫ്ഐ എന്താണെന്ന് അറിയാമോ? പൊതിച്ചോറ് കൊടുക്കുന്നു, പൊതിച്ചോറ്. കൃത്യമായി ഈ അങ്ങാടിയിൽ നിന്ന് കൃത്യമായി പറയട്ടെ, നിങ്ങളും ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ ആലോചിച്ചു നോക്കണം. ഒരു നേരം വയ്യാതായാൽ, ഒരു നേരം പനി പിടിച്ചാൽ, ഒരു നേരം എഴുന്നേറ്റ് പോയി ജോലി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, മെഡിക്കൽ കോളേജുകളിൽ പോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ, ആ ദിവസം അന്നത്തിന് വേണ്ടി ഇവന്റെ ഔദാര്യത്തോറിന് വേണ്ടി നിൽക്കുന്ന ആ പാവപ്പെട്ടവരാക്കി 9 കൊല്ലം കൊണ്ട് കേരളത്തെ നശിപ്പിച്ചതായിരുന്നു നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾക്ക് വേണ്ടതോ എന്റെ ഔദാര്യത്തോറ് പറയണ്ട. ഞങ്ങളുടെ അരിയുടെ വില കുറയ്ക്ക്, ഞങ്ങളുടെ പച്ചക്കറിയുടെ വില കുറയ്ക്ക്. എന്നിട്ട് നട്ടലോടുകൂടി
ഞങ്ങൾ പറയാം, ഞങ്ങൾക്ക് എന്റെ ഔദാര്യത്തോറ് വേണ്ട. അവിടെ നിന്നും ഇവിടുന്ന് പിടിച്ചുകൊണ്ടുവന്ന് ഈ കൊടിയും വെച്ച പെട്ടിവണ്ടിയിൽ കൊണ്ടുവന്ന് ഞങ്ങളത് യൂട്ടണ്ട എന്ന് കൃത്യമായി പറയണം. ആ രാഷ്ട്രീയം ഈ പൊതുസമൂഹം ചർച്ച ചെയ്യണം. ആ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യാം. ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ബ്രൂവറി നാടക്കാൻ പോകുന്നു. ബഹുമാനായിട്ടുള്ള പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾ ജാഥ നയിക്കുന്നുണ്ടെങ്കിൽ ആ നയിക്കുന്ന ജാഥയ്ക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യബോധം എന്ന് പറയപ്പെടുന്നത് പാലക്കാടിന്റെ വെള്ളം ഞങ്ങളുടെ ഊറ്റി പിണറായിന്റെ വീട്ടിലേക്കുള്ള കാശ് മേടിക്കാനുള്ള മാർഗമായി കാണണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാളെ മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക സ്രോതസ്സായി കാണണ്ട. മഴവെള്ളം കൊണ്ടുവന്നിട്ട് 5 ഏക്കർ കുത്തിയാല് ഇന്നങ്ങോട്ട് മഴവെള്ളം കുത്തുമ്പോ ബഹുമാനായ ശ്രീകൃഷ്ണകുമാർ പറഞ്ഞ പോലെ നാളെ 35 ലക്ഷം ഉണ്ടാവും എന്നാ പറയണേ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയോടും ബ്രാഞ്ച് സെക്രട്ടറിയോടും പറഞ്ഞു പറ്റിച്ചോ? കേരളത്തിലെ വിവരവും വിദ്യാഭ്യാസമുള്ള സമൂഹത്തിനോട് ഈ ചതി നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, പ്രശാന്ത് ശിവന്റെ പ്രശ്നമല്ല, BJPയുടെ പ്രശ്നമല്ല, ഇത് നമ്മുടെ പ്രശ്നമാണെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആ പ്രയാണമാണ് തുടക്കം കുറിക്കുന്നത്. സഹകരിക്കണം. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മറ്റ് നിഷ്പക്ഷരാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. കൊടി ഒരുപക്ഷെ മാറ്റിപ്പിടിച്ചാൽ സഹകരണ സ്ഥാപനത്തിൽ നിന്ന് ഇവന്റെ ഇൻഡാസ് വരും, അല്ലെങ്കിൽ ഇവന്റെ മറ്റ് സ്ഥാപനങ്ങളിൽ ഇവന്റെ ഇൻഡാസ് വരും. ഭയപ്പാട് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്യാതിരിക്കാവും. മനസ്സുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞ് അതിനപേക്ഷിച്ചുകൊണ്ട് ഈ പ്രയാണം അത് ആ കമ്പനി പൂട്ടിക്കുന്നത് വരെ വ്യവസായത്തിന് ഞങ്ങളെതിരല്ല. പക്ഷേ ഒരുത്തന്റെ അന്നത്തിനും ഉപജീവനത്തിനും കുടിവെള്ളത്തിനും ഒരു നാടിനെ ഒറ്റിക്കൊടുത്തുകൊണ്ടുള്ള വ്യവസായമല്ല വേണ്ടത് എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ഈ പ്രഖ്യാപിച്ചു നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി. അടുത്തതായി ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി 4ാം വാർഡ് മെമ്പർ ഉഷാദേവി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. 3ാം വാർഡ് മെമ്പർ ശോഭന വേശ്വർത്തി. 9 മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് മാത്യുട്ടൻ, ഇവിടെ നൽകിയ സ്വീകരണ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് ജാഥ ക്യാപ്റ്റനെ സഹായിക്കുന്നതിന് വേണ്ടി ശ്രീധരനെ ക്ഷണിക്കുകയാണ്. ഇവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഗ്രീൻ ഫീൽഡ് ഹൈവേക്ക് കാഞ്ഞിരത്തോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമുക്കതിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാധനായ ജില്ലാ അധ്യക്ഷന് നിവേദനം നൽകുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. അവർ നമ്മുടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മെയിൽ അയച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രശാന്ത് ശിവൻ ജില്ലാ അധ്യക്ഷന് കൂടെ അദ്ദേഹം നിവേദനം നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഈ സ്വീകരണ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ആരാധ്യനായ ജില്ലാ അധ്യക്ഷനും ഈ സമര പോരാട്ടത്തിന്റെ നായകനുമായിട്ടുള്ള പ്രശാന്ത് ശിവനെ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുകയാണ്. ഇന്നത്തെ സമര പ്രചരണ ജാഥയുടെ ഈ പരിപാടിയുടെ സമാപന പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ രവി അടിയത്ത്, പാർട്ടിയുടെ മണ്ഡല അധ്യക്ഷൻ ശ്രീ നിതിൻ ശങ്കർ, ഈ ജാഥയുടെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ AK ഓമനക്കുട്ടൻ അവർകൾ, BJP ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ C മധു അവർകൾ, പാർട്ടിയുടെ OBC മോർച്ച ജില്ലാ അധ്യക്ഷൻ ശ്രീ N ഷൺമുഖൻ അവർകൾ,
ശ്രീ ഗോപാലകൃഷ്ണൻ അവർ, മറ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, വളരെ വിശദമായി തന്നെ നമ്മുടെ ഉദ്ഘാടന പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ യാത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മോട് പറയുകയുണ്ടായി. ഇത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ ആളുകളുടെയും അടിസ്ഥാന ആവശ്യമായിട്ടുള്ള കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നാളെ ഈ പാലക്കാട് നെല്ലറക്കണമെന്നുണ്ടെങ്കിൽ, ഇവിടെ കൃഷി നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കൂടിയേ തീരൂ. ആ വെള്ളത്തെയാണ് പിണറായി വിജയൻ സർക്കാർ 10 വെള്ളിക്കാശിന് വേണ്ടി ഓയാസിസ് കമ്പനിക്ക് ഒറ്റുകൊടുത്തിരിക്കുന്നത്. എല്ലപ്പള്ളിയിൽ തുടങ്ങുന്ന ബ്രൂവറി എന്ന് പറയുന്നത് അത് കേവലം ആ പഞ്ചായത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, മറിച്ച് പാലക്കാടിന്റെ കാർഷിക മേഖല നിലകൊള്ളുന്നത് മലമ്പുഴ അണക്കെട്ടിലെ ജലസംഭരണിയിലെ വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. 50ഓളം പഞ്ചായത്തുകളിലെ കൃഷിയെ മലമ്പുഴ അണക്കെട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ വെള്ളത്തെയാണ് ഒയാസിസ് കമ്പനിക്ക് ഇവർ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്പനി വന്ന തുടക്കം മുതൽ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ കമ്പനി പ്രവർത്തിക്കുന്നതിനാവശ്യമായ വെള്ളം അത് എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് തുടർച്ചയായി ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പല ഘട്ടത്തിൽ പല മറുപടിയാണ് പറയുന്നത്. ഭൂഗർഭജലത്തിലൂടെ വെള്ളം കണ്ടെത്തുമെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ കഞ്ചിക്കോട് പ്രദേശത്ത് പെപ്സി കമ്പനി പ്രവർത്തനം നിർത്തിയതിനു ശേഷം മാത്രമാണ് അതിന്റെ പരിസര പ്രദേശങ്ങളിലെ ബോർവെല്ലുകളിൽ വെള്ളം കാണുവാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ഭൂഗർഭജലം എന്നത് തീർത്തും അപ്രാപ്യമായ ഒരു കാര്യമാണ്. അത് പ്രായോഗികമല്ല. 2 മഴവെള്ള സംഭരണികളിലൂടെ വെള്ളം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന കമ്പനിക്ക് ഇന്ന് മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചാൽ ആ വെള്ളം കണ്ടെത്തുവാൻ സാധിക്കുമോ? സാധിക്കില്ല. ഏറ്റവും ചുരുങ്ങിയത് 5-10 വർഷത്തെ സമയമെടുത്താൽ മാത്രമേ മഴവെള്ള സംഭരണികളിലൂടെ ഈ വെള്ളം കണ്ടെത്താൻ പറ്റൂ. അവിടെയും മറ്റൊരു പ്രശ്നമുണ്ട്. ഈ എലപ്പുള്ളിയും പരിസര പ്രദേശങ്ങളും, എരുത്തേമ്പതി, വടകരപ്പതി, പുതുശ്ശേരി, എലപ്പുള്ളി പ്രദേശങ്ങളെല്ലാം തന്നെ മഴനിഴൽ പ്രദേശങ്ങളാണ്. അവിടെ ഈ മഴവെള്ള സംഭരണി എന്നത് അപ്രായോഗികമായ കാര്യമാണ്. അവിടെയാണ് നിങ്ങളുടെ അവസാന തടവിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത്. മലമ്പുഴ ജലവെള്ള സംഭരണി എന്ന് പറയുന്നത്. ഇവിടെ പാലക്കാട്ട് ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ആവശ്യമായ വെള്ളം പോലും തികയാത്തൊരു സാഹചര്യമാണുള്ളത്. മലമ്പുഴ ജലസംഭരണിയിൽ നിന്ന് പാലക്കാടും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ആ ജലസംഭരണിയിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം പോലും ലഭിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. രണ്ടാമതായി, മലമ്പുഴയെ ആശ്രയിച്ചുകൊണ്ട് 40-50 പഞ്ചായത്തുകളിലെ കൃഷി ആശ്രയിച്ചിരിക്കുന്നത് മലമ്പുഴയിൽ നിന്നാണ്. ആ കാർഷിക മേഖല ആകെ തകിടം മറിയുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് മലമ്പുഴയിലെ വെള്ളവും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഭൂഗർഭ ജലസംഭരണിയോ മഴവെള്ള ജലസംഭരണിയോ മലമ്പുഴ അണക്കെട്ടിൽ നിന്നോ ഈ പദ്ധതിക്ക് ആവശ്യമായ വെള്ളം കണ്ടെത്തുവാൻ സാധിക്കില്ല എന്ന് ഇവർക്ക് ഉറപ്പുണ്ടായിട്ടും ഈ പദ്ധതിയുമായി അവർ മുന്നോട്ട് പോകുന്നതിന് ഒരേ ഒരു കാരണമാണുള്ളത്. അത് ഈ ഒയാസിസ് കമ്പനിയിൽ നിന്ന് അവർ വാങ്ങിച്ചെടുത്ത നോട്ടുകളുടെ കണക്കിന് ചെയ്യുന്ന പാദസേവ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. കഴിഞ്ഞ 40 ദിവസമായി ബിജെപിയുടെ പ്രവർത്തകർ ഈ വിഷയത്തിൽ സമരരംഗത്തുണ്ട്. ഇനി ഏതറ്റം വരെ പോവേണ്ടി വന്നാലും പാലക്കാട്ടെ ജനങ്ങളുടെ കുടിവെള്ളത്തിന് കടക്കൽ കത്തിവെക്കുന്ന CPM സർക്കാരിന്റെ ഈ നയത്തിനെതിരെ, പാലക്കാടിനെ മരുഭൂമിയാക്കി മാറ്റാനുള്ള ഇടത് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ അതിശക്തമായ സമര പോരാട്ടവുമായി ഞങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സ്വീകരണ പരിപാടിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.